This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും
ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 48 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിത്യമരണം. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ വാസം ചെയ്യുന്നില്ലെങ്കിൽ, നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ, ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്, നിഷേധാത്മകമായ സകല വിധ വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്നും അവരെ രക്ഷിച്ച് തൻ്റെ ആത്മാവിനെയും ജീവനെയും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവും ജീവനും പ്രവേശിച്ച് അവരെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഇനി ഓരോ നിമിഷവും അവർ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഈ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ
ജീവൻ നൽകുന്ന വൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആദം ചെയ്ത അതേ പാപം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ ആത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് ക്രൂശ് വഹിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീരുവാൻ നമ്മെ സഹായിക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡമോഹങ്ങളുടെ മീതെ, ലോകമോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകലവിധ പരീക്ഷകളുടെയും തന്ത്രങ്ങളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്ന വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം തുടങ്ങി 6-ാം അധ്യായം 2-ാം വാക്യം വരെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളും നാം സ്വീകരിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം വരുത്തി പരിജ്ഞാന പൂർത്തിയിലേക്കും അതുവഴി പ്രായത്തിൻ്റെ തികവിലേക്ക്, പരിപക്വതയിലേക്ക് നാം എത്തണമെന്ന് ആ വേദഭാഗത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 48-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തിലൂടെ നാം പഠിച്ചത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക, അതാണ് ദൈവസഭയുടെ ശുശ്രൂഷ. യേശു കർത്താവ് മരിച്ചത്, തൻ്റെ ജീവൻ കൊടുത്തത് നമ്മെ വിലയ്ക്കു വാങ്ങി കുറവുകളില്ലാത്ത വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തേജസ്സുള്ള സഭയാക്കി തീർക്കുവാൻ വേണ്ടിയാണ്, തികഞ്ഞവരാക്കുവാൻ വേണ്ടിയാണ്. ഈ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സൽഗുണപൂർണരാകണം, പൂർണ്ണതയിലേക്കെത്തണം, തികഞ്ഞവരായിത്തീരണം. സ്വർഗീയ പിതാവ് തികഞ്ഞവനായിരിക്കുന്നത് പോലെ, സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ അവൻ്റെ മക്കളും സൽഗുണപൂർണരാകണം. അതിനുവേണ്ടിയാണ് അവൻ തൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഈ വേദഭാഗം നാം പരിശോധിച്ചാൽ 5-ാം അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നിലവാരത്തിലുള്ള ജീവിതമാണ്. കിങ്ഡം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളും മൂല്യങ്ങളും പറഞ്ഞിരിക്കുകയാണ്. പഴയ ഉടമ്പടിയിൽ അനേകമായ ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ
ആദ്യ പാഠങ്ങളുടെ കൂടെ ദൈവം നൽകിയിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നിത്യരാജ്യത്തെക്കുറിച്ചും നിത്യ തേജസ്സിനെക്കുറിച്ചുമാണ്. ആ നിത്യരാജ്യത്തെയും നിത്യ തേജസ്സിനെയും പ്രാപിക്കുവാൻ വരുന്ന വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ, തത്വങ്ങൾ പഴയ ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുത്രൻ മുഖാന്തരം ദൈവം തൻ്റെ അരുളപ്പാടുകളുടെ നിത്യരാജ്യത്തിൻ്റെ, നിത്യജീവൻ്റെ സമ്പൂർണമായ അരുളപ്പാടുകൾ നൽകിയപ്പോൾ ഈ കൽപ്പനകളുടെ, തത്വങ്ങളുടെ, മൂല്യങ്ങളുടെ നിലവാരത്തിനും വലിയ മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. അതെല്ലാം വെളിപ്പെടുത്തുന്നത് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട, അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ചാണ്. യേശുക്രിസ്തുവിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സമൂലമായ മാറ്റം വരണം. അവൻ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച്, നീതിയുള്ള വിധികൾക്കനുസരിച്ച്, ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം രൂപാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടണം. അതിനുവേണ്ടിയാണ് അവൻ തൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. 5-ാം അധ്യായം 21-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, കൊല ചെയ്യരുത്. ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. ഇത് പഴയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ കേട്ടുവരുന്ന ഒരു വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്, നിയമമാണ്. കൊല അരുത്. കൊലപാതകം ചെയ്താൽ അവൻ ന്യായവിധിക്ക് യോഗ്യനാകും. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങൾ കേട്ടുവരുന്ന വ്യക്തിക്കുള്ള നിയമം ഇതല്ല. യേശുക്രിസ്തു അത് വ്യക്തമാക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. നോക്കുക, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ കേട്ടു വന്നവന് ദൈവം കൊടുത്ത നിയമം, കൊല ചെയ്യരുത്, ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങൾ കേട്ടുകഴിയുമ്പോൾ അതിനോട് ചേർന്നു വരുന്ന ദൈവത്തിൻ്റെ നിയമം, തത്വം വളരെ ഉന്നതമായ നിലവാരത്തിലുള്ളതാണ്. സഹോദരനോട് കോപിച്ചാൽ, അവന് നിസ്സാര എന്ന് പറഞ്ഞാൽ, മൂഢ എന്ന് പറഞ്ഞാൽ നീ ന്യായവിധിക്ക് യോഗ്യനാകും. കൊല ചെയ്യേണ്ട ആവശ്യമില്ല. ന്യായവിധിക്ക് യോഗ്യനായി തീരുവാൻ കൊല ചെയ്യേണ്ട ആവശ്യമില്ല. സഹോദരനോട് നിസ്സാര എന്നും മൂഢ എന്നൊക്കെ പറഞ്ഞാൽ, കാരണം കൂടാതെ കോപിച്ചാൽ അവൻ ന്യായവിധിക്ക് യോഗ്യനാണ്. താഴോട്ട് 27-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ കേട്ടുവരുന്ന വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്, നിയമമാണ്, വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുടെ സമ്പൂർണ്ണ പാഠങ്ങളിലേക്ക് ഒരുവൻ വരുമ്പോഴുള്ള ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ വ്യവസ്ഥിതി താഴോട്ട് വായിക്കുന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. നോക്കുക, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ അത് വ്യഭിചാരമായി. പഴയ ഉടമ്പടിയുടെ വ്യവസ്ഥിതിയിൽ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നെങ്കിൽ മാത്രമേ വ്യഭിചാരമാകുന്നുള്ളൂ. എന്നാൽ കിങ്ഡം സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ
ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കിയാൽ അത് വ്യഭിചാരമായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ സമ്പൂർണ്ണ പാഠങ്ങൾ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വളരുന്ന ഒരു വ്യക്തിയുടെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൽ വന്ന ഓരോ വ്യക്തികളും തികഞ്ഞവരായിത്തീരണം. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ വചനം തന്നിരിക്കുന്നത്. ആ വചനം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വചനത്തിൻ്റെ ജീവനും ആത്മാവും ഒരുവനിലേക്ക് പ്രവേശിച്ച് ആ വചനം പറഞ്ഞിരിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ അവന് ശക്തി കൊടുക്കുകയാണ്, കൃപ കൊടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം അവനിൽ വെളിപ്പെടുത്തുകയാണ്. 33-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, കള്ളസത്യം ചെയ്യരുതെന്നും ചെയ്ത സത്യം നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പഴയ ഉടമ്പടിയിൽ കള്ളസത്യം ചെയ്യാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. ഏതെങ്കിലും സത്യം ചെയ്താൽ അത് നിവർത്തിക്കണം. ആ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളുമായി ചേർന്നു പോകുന്ന വ്യവസ്ഥിതികളാണ്. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സമ്പൂർണ്ണ പാഠങ്ങൾ പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥിതി പറയുകയാണ്, അശേഷം സത്യം ചെയ്യരുത്. നിങ്ങളുടെ വാക്ക് ഉവ് ഉവ്, ഇല്ല ഇല്ല എന്നായിരിക്കണം. കള്ളസത്യം ചെയ്യരുത്, അശേഷം സത്യം ചെയ്യാൻ പാടില്ല. ഇതാണ് കിങ്ഡത്തിൻ്റെ വ്യവസ്ഥിതി. താഴോട്ട് 43-ാം വാക്യത്തിൽ, കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്ന് പഴയ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളുമായി ചേർന്ന് പോകുന്നതാണ്. ശത്രുവിനെ പകയ്ക്ക്, സഹോദരനെ മാത്രം സ്നേഹിക്കുക. എന്നാൽ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ, കിങ്ഡം സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഉപദേശത്തിന് വ്യത്യാസമുണ്ട്. ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിനാണ്. സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ തികവുള്ള ഏകപുത്രൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആത്മീയ തത്വങ്ങളും ഒന്നുപോലും ലംഘിക്കാതെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയത് ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവാണ്. ആ ദൈവത്തിന് യേശുക്രിസ്തുവിനെ പോലെ തികവുള്ള അനേക പുത്രന്മാരെ വേണം. സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും കുറവുകളില്ലാത്ത സൽഗുണപൂർത്തിയുള്ള പുത്രന്മാരായിത്തീരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് തൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. പക്ഷേ ഈ ഒരു നിലവാരത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ ശ്രമം കൊണ്ടല്ല, മറിച്ച് ദൈവം തൻ്റെ വചനം നമുക്ക് തന്ന് വചനത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും നമ്മിലേക്ക് പകർന്ന് വചനത്തിൻ്റെ നിലവാരത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ തികവിലേക്ക് നമ്മെ വളർത്തിയെടുക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ
നായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. നിൻ തേജസ്സിൻ പൂർണ്ണത എന്നവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ. നിൻ തേജസ്സിൻ പൂർണ്ണത എന്നവകാശമാ.